SYS ഇന്ന് കേരളമൊട്ടാകെ ലഹരിക്കെതിരെയായിട്ടുള്ള പ്രചരണജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ സമൂഹം, ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ പല കുട്ടികളുടെ ഇടയിലും ചെറിയ കുട്ടികളുടെ ഇടയിലും എല്ലാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് നേരത്തെ 15 വയസ്സാണെങ്കിൽ 10 വയസ്സിൽ 8 വയസ്സിൽ വരെയുള്ള കുട്ടികൾ ലഹരിക്കടിമയായിട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിലേക്ക് അവർക്കത് കിട്ടുന്നതും അതെല്ലാം സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രീതിയിലായിട്ടുള്ള ഒരു സാഹചര്യമാണ് പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ലഹരിക്കെതിരെയുള്ള പ്രചരണം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഒരു ഉത്ബോധമുണ്ടായിക്കൊണ്ട് അതിൽ നിന്ന് കുട്ടികൾ കുറച്ചുകൂടിയെങ്കിലും മാറ്റം വരുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് കേരളമൊട്ടാകെ ഇത്രയും പ്രചരണം നടത്തുന്നത്. അത് നല്ലൊരു വിജയമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ SYS കളമശ്ശേരി സോണിലെ ഏലൂർ, ഞാലകം മെഡിക്കൽ കോളേജ് സർക്കിളുകൾ ലഹരിക്കെതിരെയും 15-ന് നടക്കുന്ന സ്വാതന്ത്ര്യദിന പ്ലാറ്റൂൺ റാലി പ്രചാരണത്തിൻ്റെയും ഭാഗമായി കൂട്ടനടത്തം നടത്തി. ഒപ്പം ലഹരി വിരുദ്ധ പ്രമേയവും പ്രതിജ്ഞയും നടത്തി. ഏലൂരിൽ വാർഡ് കൗൺസിലർ ശ്രീ മാഹിൻ ഫ്ലാഗ് ഓഫ് ചെയ്ത പരിപാടിയിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ TP സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് സോൺ ഫിനാൻസ് സെക്രട്ടറി PB അലി ഹാജി പ്രമേയാവതരണം നടത്തി. SYS സോൺ ഫിനാൻസ് സെക്രട്ടറി ഷഫീഖ് PL, സാംസ്കാരിക സെക്രട്ടറി ജലാൽ തോപ്പിൽ, സർക്കിൾ ഭാരവാഹികളായ ഫസൽ, അമീർ, മാഹിൻ, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംബന്ധിച്ചു. മെഡിക്കൽ കോളേജ് സർക്കിളിൽ അൻസാർ KB, ഷമീർ മദ്കപ്പള്ളി തുടങ്ങിയവരും, ഞാലകം സർക്കിളിൽ ഷാനവാസ് വടക്കേപ്പുറം, മാഹിൻ ഇബ്രാഹിം മൂലയിൽ, ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിൻ്റെ പ്രവർത്തനം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രസ്ഥാനമായ സുന്നി യുവജന സംഘം ആരോഗ്യം തന്നെ ലഹരി എന്ന പ്രമേയവുമായി കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള വാക്കത്തോണാണ് ഇന്നിവിടെ നടന്നത്. നമുക്കറിയാം, ലഹരി എന്നത് പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇന്ന് ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഒറ്റക്കായും തെറ്റക്കായും ഇതൊക്കെ ഏകോപിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് മോചനം ലഭ്യമാകുകയുള്ളൂ. പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ SYSൻ്റെ പ്ലാറ്റിനം ജൂബിലി ആയിട്ട് ഈ വർഷം ആഘോഷിക്കുകയാണ്. ഇവ അവസാനം ഡിസംബറിൽ തൃശ്ശൂരിൽ നടക്കുന്ന വലിയ പരിപാടിയോടുകൂടിയാണ് ഇത് സമാപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്താകെ ഇത്തരത്തിൽ ലഹരിക്കെതിരെ ഒരു വാക്കത്തോൺ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, സൂചിപ്പിച്ചതുപോലെ, നേരത്തെ എല്ലാം ലഹരി എന്ന് പറഞ്ഞാൽ മദ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഒരു ചാരായ ഷാപ്പോ കള്ളു ഷാപ്പോ വിദേശ മദ്യ ഷാപ്പുകളോ മാത്രം ഒതുങ്ങി നിന്നത് ഇന്ന് അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത വിധത്തിൽ അതിനേക്കാളെല്ലാം കവച്ചു വെക്കുന്ന ചെറിയ ലഹരി വസ്തുക്കൾ കൊണ്ട് നാട്ടിൽ ചെറിയ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ മുതൽ ഇതിനെ അടിമപ്പെടുന്ന സ്ഥിതിയാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ പോലും ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന സ്ഥിതിയാണുള്ളത്. അതിനെതിരെ ഒരു വലിയൊരു ക്യാമ്പയിൻ ഈ പ്ലാറ്റിനം ജൂബിലി ഇയറിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു.
ബാക്കി നമ്മുടെ മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ. മഴക്കാലമാണ്. മഴയ്ക്കൊപ്പം രോഗങ്ങളും വന്നു തുടങ്ങിയല്ലേ. മെഡിക്കൽ ടെസ്റ്റിന് ഇനി പോക്കറ്റ് കാലിയാകും എന്ന പേടിയേ വേണ്ട. മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്റർ